കേന്ദ്ര സർക്കാരിലെ ഉന്നത പദവികളിലേക്ക് ലാറ്ററൽ എൻട്രി വഴി ഉദ്യോഗസ്ഥരെ നിയമിക്കാനുള്ള കേന്ദ്ര സർക്കാർ നീക്കത്തിനെതിരെ രൂക്ഷ വിമർശനവുമായി രാഹുൽ ഗാന്ധി. യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനെ മറികടന്നുള്ള നിയമനത്തിലൂടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണഘടനയ്ക്ക് തുരങ്കം വെക്കുകയാണെന്ന് രാഹുൽ ഗാന്ധി വിമർശിച്ചു. കേന്ദ്ര സർക്കാരിന് കീഴിലുള്ള വിവിധ മന്ത്രാലയങ്ങളിലെ സുപ്രധാന സ്ഥാനങ്ങളിലേക്ക് ലാറ്ററൽ എൻട്രി വഴി ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിലൂടെ SC, ST, OBC വിഭാഗങ്ങൾക്ക് ലഭിക്കേണ്ട സംവരണം തട്ടിയെടുക്കുകയും ഇല്ലാതാക്കുകയുമാണെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. RSSുമായി ബന്ധമുള്ളവരെയാണ് മോദി സർക്കാർ റിക്രൂട്ട് ചെയ്യുന്നതെന്നും രാഹുൽ ആരോപിക്കുന്നു. കോർപ്പറേറ്റുകൾ സർക്കാർ സ്ഥാപനങ്ങളുടെ തലപ്പത്ത് വരുന്നുവെന്നും ചില കോർപ്പറേറ്റുകളുടെ പ്രതിനിധികൾ പ്രധാന സർക്കാർ സ്ഥാനങ്ങൾ കൈവശം വച്ചുകൊണ്ട് എന്തു ചെയ്യുമെന്നതിന്റെ പ്രധാന ഉദാഹരണമാണ് സെബിയെന്നും രാഹുൽ ഗാന്ധി വിമർശിച്ചു. മാധവി പൂരി ബുച്ചിന്റെ നിയമനം ചൂണ്ടിക്കാണിച്ചായിരുന്നു രാഹുലിന്റെ വാക്കുകൾ. അടുത്തിടെയാണ് US ഷോർട്ട് സെല്ലറായ ഹിൻഡൻബർഗ് മാധവിക്കെതിരെ ആരോപണം ഉന്നയിച്ചത്. സുപ്രധാന സ്ഥാനങ്ങളിലേക്ക് 45 ഉദ്യോഗസ്ഥരെ ലാറ്ററൽ എൻട്രി വഴി നിയമിക്കാനുള്ള മോദി സർക്കാരിന്റെ നീക്കത്തിന് പിന്നാലെയാണ് രാഹുലിന്റെ പ്രതികരണം. ജോയിന്റ് സെക്രട്ടറി, ഡയറക്ടർ, ഡെപ്യൂട്ടി സെക്രട്ടറി എന്നിങ്ങനെയുള്ള തസ്തികകളിലേക്കാണ് നിയമനം. ഇത്തരം തസ്തികകളിൽ സാധാരണയായി IAS, IPS, IFS ഉദ്യോഗസ്ഥരെയാണ് നിയമിക്കാറുള്ളത്. എന്നാൽ UPSC മുഖേന ഇത്തരം തസ്തികകളിൽ നിയമനം നടത്താൻ സർക്കാർ പരസ്യം നൽകുകയായിരുന്നു. സർക്കാരിന്റേത് രാജ്യവിരുദ്ധ നീക്കമെന്ന് വിമർശിച്ച രാഹുൽ ഗാന്ധി ഇതിനെ ഇന്ത്യ സഖ്യം ശക്തമായി എതിർക്കുമെന്നും വ്യക്തമാക്കി. നീക്കം ഭരണനിർവഹത്തെയും സാമൂഹിക നീതിയെയും വ്രണപ്പെടുത്തും. IASന്റെ സ്വകാര്യവൽക്കരണം സംവരണം അട്ടിമറിക്കാനുള്ള മോദിയുടെ ഗ്യാരണ്ടിയാണെന്നും രാഹുൽ ഗാന്ധി പരിഹസിച്ചു. ഇന്നറിയാൻ കണ്ണൂർ.